ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമസ്കാരം, ഞാൻ ബിനു മുനിപ്പള്ളി. രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയിലെ 16-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ശബരി കണ്ടൊര ശരണപാദങ്ങൾ. ശബരി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് രാമായണമോ അതിലെ ശബരിയോ ഒന്നുമല്ല, പകരം ശബരിമല ആണ്, അല്ലേ? കാരണം അത്രമേൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നു ശബരിമലയും അവിടുത്തെ ശ്രീ അയ്യപ്പനും. മാത്രവുമല്ല, ആ ശബരിമല കയറുമ്പോൾ അവിടെയും നമുക്ക് കാണാം ഒരു ശബരിയെ, ആ ശബരി പീഠത്തിങ്കൽ, അല്ലേ? അങ്ങനെയെങ്കിൽ ശബരിമലയും രാമായണത്തിലെ ശബരിയും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്നുകൂടി നമുക്ക് ഈ വിശകലനത്തിൽ ഒന്ന് നോക്കിയാലോ? എന്താ? കഥാപാത്ര പരിചയം. സീതാന്വേഷണത്തിനിടെ ശ്രീരാമലക്ഷ്മണന്മാരെ കബന്ധനാണ് മതങ്കാശ്രമത്തിലെ ആ ശബരീ തപസ്വിനിക്കരികിലേക്ക് പറഞ്ഞുവിടുന്നത്. മാമുനിമാരുടെ സഹായിയായി ആശ്രമവൃത്തികൾ ചെയ്തു വന്ന ആ ദളിത് സ്ത്രീ ആ മാമുനിമാർ ബ്രഹ്മപദം നേടിപ്പോയപ്പോഴും ഏകയായി ഏറെ വർഷങ്ങളോളം അവിടെ ശ്രീരാമന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു അത്രേ. എല്ലാ ദിവസവും തന്റെ ആശ്രമവും പരിസരങ്ങളും അടിച്ചുവാരി വൃത്തിയാക്കി കാട്ടിൽ നിന്നും കഴിയുന്നത്ര പഴങ്ങളും ശേഖരിച്ചു വെച്ച് ആ കാട്ടാളത്തി തന്റെ ദൈവത്തെയും കാത്തിരി. വൈകുന്നേരമാകുമ്പോൾ ഒട്ടു നിരാശയോടെ അടുത്ത ദിവസത്തിന് കാക്കും. അങ്ങനെയുള്ള ആ ശബരിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമൻ വരുമ്പോൾ അവരിലുണ്ടാകുന്ന ആ സന്തോഷം നോക്കുക. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സമ്പതിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാ ആനന്ദമുൾക്കൊണ്ടു പാഥ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. അധ്യാത്മരാമായണത്തിൽ കൃത്യമായി പറയുന്നില്ലെങ്കിൽ പോലും ഈ ആതിഥ്യ മര്യാദയുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കഥയുണ്ട്. താൻ ശേഖരിച്ചു വച്ച ആ പഴങ്ങളിൽ നിന്നും ഏറ്റവും മധുരമുള്ളത് വേണമല്ലോ ശ്രീരാമന് കൊടുക്കാൻ. അതിന് ആ പാവം ശബരി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നുവെന്നോ? ഓരോ പഴവും എടുത്ത് ആദ്യം കടിച്ചു നോക്കും, എന്നിട്ട് ഏതാണോ ഏറ്റവും നല്ലത് അത് ശ്രീരാമന് നൽകുമത്രേ. രാമനാകട്ടെ ഒരു മടിയും കൂടാതെ അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഥാപാത്ര വിശകലനം. എത്രയൊക്കെ ഭക്തി മനസ്സിലുള്ളപ്പോഴും താനൊരു കാട്ടാളത്തിയാണ് അഥവാ ഹീനജാതിയാണ് എന്നൊരു വേണ്ടാത്ത ചിന്ത ശബരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ജ്ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ് ഉൾക്കമലത്തിലറിയപ്പോകാ ദയാനിധേ. ഹീനജാതിയിലുള്ള വെറുമൊരു മൂഢയായ തനിക്ക് എவ்விധമാണ് ഭഗവാനെ കൈകൂപ്പി തൊഴേണ്ടത് എന്നതുപോലും അറിയില്ലല്ലോ എന്നാണ് ഇവിടെ ആ സാധു സ്ത്രീയുടെ ആശങ്ക. നിർമ്മലമായ ഭക്തിയുടെ ഈ വാക്കുകൾ ശബരിയിൽ നിന്നും കേട്ടപ്പോൾ മറുപടിയായി ശ്രീരാമൻ പറയുന്നത് നോക്കുക. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യാഥകില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. പുരുഷനോ സ്ത്രീയോ ആകട്ടെ തീർത്ഥസ്നാനം, തപസ്, ദാനം,
വേദാധ്യയനം, ക്ഷേത്രോപവാസം, യാഗം മുതലായ പൂജാമാർഗങ്ങൾ ഏതുമാകട്ടെ, ഈശ്വര ദർശനത്തിന് ഇവയേക്കാളൊക്കെ ഒരുവനെ സഹായിക്കുന്നത് കളങ്കസ്പർശമില്ലാത്ത ഭക്തി അതൊന്നു മാത്രമാണ്. 9 വിധം മുക്തി സാധനമാണ് ശ്രീരാമൻ ഇവിടെ ഉപദേശിക്കുന്നത്. 1. സജ്ജന സംഘം. 2. ശ്രീരാമകഥാലാപം. 3. മൽഗുണേരണം, അതായത് എൻ്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കൽ. 4. എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കൽ. 5. എൻ്റെ അംശം കൊണ്ടു ജനിച്ച ആചാര്യന്മാരെ ഉപാസിക്കൽ. 6. പുണ്യശീലത്വവും പൂജിക്കലും. 7. മന്ത്രോപാസകത്വം. 8. ലൗകിക വിഷയങ്ങളിൽ വിരക്തി. 9. എൻ്റെ തത്വം ധ്യാനിക്കൽ. യഥാർത്ഥ ഭക്തി എന്താണ് എന്ന് ശബരിയെ ലളിതമായി പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊപ്പം ശ്രീരാമൻ തൻ്റെ ആ ഭക്തയോട് ചോദിക്കുന്നു, സീത ആരാലാണ് കൊണ്ടുപോകപ്പെട്ടത് എന്ന്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം അറിയുന്ന ശ്രീരാമൻ വീണ്ടും എന്തിനാണ് ശബരിയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്? മറ്റൊന്നിനുമാവില്ല. ഉത്തമ ഭക്തയായ ശബരി തനിക്ക് എത്രയോ വേണ്ടപ്പെട്ടവളാണ്, അഥവാ ആ വാക്കുകൾ തനിക്കെത്ര വിലപ്പെട്ടതാണ് എന്ന് അവരെ നന്നായി ബോധ്യപ്പെടുത്തുക എന്ന ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ തന്നെയാകണം. ശ്രീരാമന്റെ ആ ചോദ്യത്തോട് ശബരിയുടെ പ്രതികരണം നോക്കുക. സർവവുമറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി, സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം, ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി, ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും, കണ്ടിതു ദിവ്യദൃശ്യ തണ്ടലർ മകളെ ഞാൻ. തുടർന്ന് ശബരി സീതയുള്ള സ്ഥലത്തെപ്പറ്റി കൃത്യമായ ദിശാസൂചികകൾ നൽകുന്നു. ഋഷ്യമൂകാചലത്തിലെത്തി സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയുന്നു. സീതയെ കണ്ടെത്തി മോചിപ്പിക്കാനുള്ള ആ വഴി പറഞ്ഞുകൊടുത്തതിന് ശേഷം ശബരി അധികമായ സന്തോഷത്തോടെ ദേഹത്യാഗം ചെയ്ത് മുക്തി നേടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1. ഉത്തമ ഭക്തിക്ക് വേണ്ടത് ജാതിയോ മതമോ ലിംഗവ്യത്യാസമോ നിയതമായ പൂജാവിധികളോ സങ്കീർണങ്ങളായ മന്ത്രങ്ങളോ വിശിഷ്ടങ്ങളായ പൂജാവസ്തുക്കളോ കനകവിഗ്രഹങ്ങളോ ഒന്നുമല്ല, മറിച്ച് കളങ്കരഹിതമായ മനസ്സും അകം നിറഞ്ഞ അചഞ്ചല വിശ്വാസവും മാത്രമാണ്. 2. മാനവ ജീവിതത്തിൽ അതിനി മനുഷ്യാവതാരമെടുത്ത ദൈവമാണെങ്കിൽ കൂടി ഒരുവൻ എത്ര ശക്തിമാനും ബുദ്ധിമാനും ആണെങ്കിൽ കൂടി ആ ജീവിതയാത്രയിൽ മുൻപോട്ടു പോകാൻ ചിലപ്പോഴെങ്കിലും തന്നെക്കാൾ വളരെ നിസാരരെന്ന് കരുതുന്ന ആളുകളുടെ സഹായം കൂടിയേ കഴിയൂ. 3. ഒരുപക്ഷെ വർഷങ്ങൾ നീളുന്ന തപസ്സിനേക്കാൾ ഒരുവന് മോക്ഷപ്രാപ്തിക്കുതകുന്നത് അകം നിറഞ്ഞ നന്മയും പരോപകാര ചിന്തയുള്ള ഒരു മനസ്സുമാണ്. അങ്ങനെയെങ്കിൽ അത് കാണാതിരിക്കാൻ ഒരു ദൈവത്തിനും ആകില്ല തന്നെ. അനുബന്ധ കഥ. രാമായണത്തിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും ശബരിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കൂടി കൂടുതലും വാമൊഴിയായി പ്രചാരത്തിലുണ്ട്. ശബരിയുടെ ആതിഥ്യ മര്യാദയിൽ അതീവ പ്രസന്നനായ ശ്രീരാമൻ ശബരിയോട് പറഞ്ഞുവത്രേ, ത്രേതായുഗത്തിലെ ഈ അവതാരത്തിന് ശേഷം കലിയുഗത്തിൽ താൻ വീണ്ടും ഭൂമിയിൽ പുനർജനിക്കുമെന്നും അന്ന് ഇതേ പർവ്വതനിരകളിൽ കുടിയിരിക്കുമെന്നും അന്ന് തന്നെ കാണാൻ വരുന്ന തൻ്റെ ഭക്തർ ഈ ശബരിയാശ്രമത്തിൽ വന്നതിന് ശേഷമാകും തൻ്റെ അടുക്കൽ എത്തുകയെന്നും മാത്രവുമല്ല ആ മലനിരകൾ അന്ന് ശബരിയുടെ പേരിൽ അറിയപ്പെടുമെന്നു കൂടി കൂട്ടിച്ചേർത്തു. ആ മലനിരകളത്രേ ഇന്നത്തെ പുണ്യ ശബരിമല. അന്നത്തെ ആ ശബരിയാശ്രമമത്രേ ശരണപാതയിലെ ആ ശബരിപീഠം. ശ്രീരാമൻ പറഞ്ഞ ആ പുനർജന്മമാണ് ശ്രീ അയ്യപ്പൻ എന്നാണ് വിശ്വാസം. അതായത് ഒരേ സമയം ശ്രീധർമ്മശാസ്താവിന്റെ അവതാരവും ശ്രീരാമന്റെ പുനർജന്മവും ശ്രീ അയ്യപ്പനിൽ സമ്മേളിക്കുന്നു എന്നർത്ഥം. വെറുമൊരു ദളിത് സ്ത്രീയായ കാനനവാസിയായ ആ ശബരിയുടെ അചഞ്ചലമായ ഭക്തിയും കളങ്കരഹിതമായ ആ ആതിഥ്യ മര്യാദയും ശ്രീരാമനെ അത്രമേൽ ആകർഷിച്ചു എന്നതാണ് സത്യം. ഭക്തി എന്നതിൽ ജാതി മത വർഗ വർണ്ണഭേദങ്ങൾ ഒന്നുമില്ല എന്ന ആ വലിയ സത്യമാണ് ശബരിയിലൂടെ വെളിപ്പെട്ടത്. ഒരു പക്ഷേ അതുമൂലമാകാം ശബരിമലയിൽ ഈ ഭേദങ്ങളൊന്നും കൂടാതെ ഏതൊരാൾക്കും ദർശനം നടത്താൻ ആവുന്നത്. കറുപ്പ് എന്ന ആ ഒരൊറ്റ വേഷത്തിൽ എല്ലാവരും സമന്മാർ ആകുന്നതും തത്വമസി എന്ന ആ വലിയ സത്യം അവിടെ അന്വർത്ഥമാകുന്നതും.
രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയിലെ 16-ാം ഭാഗം ശബരി കണ്ടൊര ശരണപാദങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. രാമായണ മാസ ആശംസകളോടെ സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി.